Hello dear students, നമ്മുടെ MySQL ലാബിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പിക് ഇസ് ട്രിഗേഴ്സ് ഇൻ SQL. അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഈ ട്രിഗർ എന്താണെന്നുള്ളതും അതെങ്ങനെ ജനറേറ്റ് ചെയ്യാം, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ MySQL a trigger is a stored program invoked automatically in response to an event such as insert, update or delete that occurs in associated table. Okay, അപ്പോൾ ഈ MySQL trigger എന്ന് പറയുന്നത് trigger is a stored program ആണ്. അതായത് ഇത് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും and which will be invoked automatically in response to an event such as insert, update, delete that occurs in the associated table. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ടേബിൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു ടേബിളിൽ നമ്മളൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടേബിളിൽ പാരന്റ് ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കോപ്പി, സപ്പോസ് ഒരു ബാക്കപ്പ് ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബാക്കപ്പ് ടേബിളിലും എന്ത് വേണ്ടി വരും, പിന്നെ നമ്മൾ വരുത്തിയ ചേഞ്ച് ഈ ബാക്കപ്പ് ടേബിളിലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നീട് പോയിട്ട് ഈ ബാക്കപ്പ് ടേബിളിൽ പോയിട്ട് അത് ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. നമ്മൾ പാരന്റ് ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വേണം, ആ ബാക്കപ്പ് ടേബിൾ അല്ലെങ്കിൽ ഇതുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള ടേബിളിന് മാറ്റം വരുത്താൻ നമുക്ക് ഈ സ്റ്റോർഡ് പ്രോഗ്രാം, അതായത് ട്രിഗർ വഴി നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക. യു ക്യാൻ ഡിഫൈൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിയർ റോ. For example, you can define a trigger that is invoked automatically before a new row is inserted into a table. ഒരു ടേബിളിലേക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിഗർ അതിന് വേണ്ടിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസേർട്ടിങ് ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ആ ഒരു ട്രിഗറിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യും. അതിന് നമ്മൾ വീണ്ടും അതിനെ കോൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല അവിടെ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻവോക്ഡ് ഓട്ടോമാറ്റിക്കലി, അത് ഓട്ടോമാറ്റിക് ആണ് കോൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി MySQL supports triggers that are invoked in response to insert, update or delete. നമുക്ക് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഈ ഈവൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ട്രിഗേഴ്സും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ advantages of triggers നോക്കാം. Triggers provide another way to check the integrity of data. Okay, ഒരു ഡാറ്റേൻ്റെ ഇൻറ്റഗ്രിറ്റി, ട്രിഗേഴ്സ് പ്രൊവൈഡ് അനദർ വേ ടു ചെക്ക് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ഡാറ്റ. ആ ഒരു ഡാറ്റേൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രിഗർ യൂസ് ചെയ്യാം. അതുപോലെ ട്രിഗേഴ്സ് ഹാൻഡിൽ എറേഴ്സ് ഫ്രം ദി ഡേറ്റാബേസ് ലെയർ. എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രിഗർ യൂസ് ചെയ്യാം. Then triggers give an alternative way to run scheduled task റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷെഡ്യൂൾഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പം വേറൊരു ഇവൻറ്റ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യണം. ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ വേറൊരു ടാസ്ക്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ട്രിഗറിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. By using triggers, you don't have to wait for scheduled events to run because the triggers are invoked automatically before and after a change is made to the data in the table. അപ്പോൾ നമ്മൾ ട്രിഗർ ഒരു ഡാറ്റ ടേബിളിലേക്ക് എൻ്റർ ചെയ്യുന്ന മുന്നേ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യേണ്ട ട്രിഗർ എഴുതിയിട്ടുണ്ടെങ്കിലും അവയൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. Triggers can be useful for auditing the data changes in the tables. Data changes, ഒരു ടേബിളിൽ വരുന്ന ഡാറ്റ ചേഞ്ചസിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ട്രിഗറിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ, സിൻടാക്സ് ആണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റ് ട്രിഗർ. ഓക്കെ, ക്രിയേറ്റ് ട്രിഗർ, അതിനുശേഷം നമ്മൾ എന്താ എഴുതേണ്ടത്,
ഇവിടെ നമുക്കൊരു ട്രിഗർ നെയിം, നമ്മൾ പ്രൊസീജിയർ നെയിം ഒക്കെ എഴുതിയ പോലെ ട്രിഗർ നെയിം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ. ഓക്കെ, അതായത് ഈ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഒരു ഇവൻറ്റിൻ്റെ മുന്നേ ആണോ അല്ലെങ്കിൽ ആ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണോ എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐദർ യു ക്യാൻ യൂസ് ബിഫോർ ഓർ യു ക്യാൻ യൂസ് ആഫ്റ്റർ. ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു ട്രിഗറിൽ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മുന്നേയും പിന്നെയും വേണമെങ്കിൽ നിങ്ങൾ 2 ട്രിഗറായിട്ട് തന്നെ എഴുതണം. ഓക്കെ, പിന്നെ ഏതൊക്കെ ഈവൻറ്റ്സ് ആണ് ഇതിപ്പോൾ നമ്മൾ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാം? വെൻ എ ട്രിഗർ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്, അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഓൺ ഒക്കറൻസ് ഓഫ് വിച്ച് ഈവൻറ്റ്, അതാണ് ഇവിടെ ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണോ അല്ലെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണോ അല്ലെ ഡിലീറ്റ് ചെയ്യുമ്പോഴാണോ ഈ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ബിഫോർ കൊടുത്തു, അതിനുശേഷം ഇൻസേർട്ട് കൊടുത്തു. അങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും വരിക? ആ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എക്സിക്യൂട്ട് ചെയ്യേണ്ട ട്രിഗറാണിത്. ഓക്കെ, ഇനി ആഫ്റ്റർ അപ്ഡേറ്റ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യേണ്ട ട്രിഗർ, അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓൺ ടേബിൾ നെയിം, ഏത് ടേബിളിലാണ് ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഫോർ ഈച്ച് റോ, ഓരോ റോയ്ക്കും നമ്മൾ എന്താണ് ട്രിഗർ ഈ പറയുന്ന മാറ്റം വരുത്തണം. ദെൻ ട്രിഗർ ബോഡി, ട്രിഗർ ബോഡിയിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഈ മാറ്റങ്ങളായിരിക്കും ഈ ട്രിഗറിൽ എക്സിക്യൂട്ട് ആവാം. ഓക്കെ, അപ്പോൾ ഇത് സിൻടാക്സ് പറയുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾക്ക് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ സിൻടാക്സ് മറക്കരുത്. ഈ ഒരു രീതിയിലാണ് ട്രിഗറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ടേബിൾസ്. അപ്പോൾ ഇത് എംപ്ലോയി ടേബിൾ, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ, ദെൻ എംപ്ലോയി ബാക്കപ്പ്, EM ബാക്കപ്പ്. ഇവിടെ EMP എന്നുണ്ട്, EMP ബാക്കപ്പ്. ഓക്കെ, EMP എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, EMP ബാക്കപ്പ്. ഈ 3 ടേബിളിനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ട്രിഗർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ എംപ്ലോയി ടേബിളിൻ്റെ ഒരു ബാക്കപ്പ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് EMP ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇതേ ഫീൽഡുകളും ഒക്കെയാണ് ഈ ഒരു ടേബിളിലുള്ളത്. ഓക്കെ, ഇത്ര റെക്കോർഡ്സ് ഇതിലുണ്ട്, 12 റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ ഇതിലും 12 റെക്കോർഡ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ളത് ഒരു ടേബിൾ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ദീസ് 2 ടേബിൾസ്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ID, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ എടുത്തത് എവിടെ നിന്നാണ്? ഈ ഒരു ഫീൽഡിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് 1 നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട്? 1. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം 1, 2 and 3. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 3 ആണ്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് 2 എത്ര എംപ്ലോയീസ് ഉണ്ട്? 1. ഓക്കെ, ഓൺലി 1 എംപ്ലോയി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്തെങ്കിലും സപ്പോസ് ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലേക്ക് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഈ എംപ്ലോയി ബാക്കപ്പ് എന്ന് പറഞ്ഞ ടേബിളിലും അതേ റെക്കോർഡ് ഇൻസേർട്ട് ആവണം. എംപ്ലോയി എന്ന് പറഞ്ഞ റെക്കോർഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ നിങ്ങൾ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയി ബാക്കപ്പ് എന്ന് പറഞ്ഞ ടേബിളിലും ഇൻസേർട്ട് ആവണം. അല്ലാതെ നിങ്ങൾ ഇവിടെ പോയി ഇൻസേർട്ട് ചെയ്ത് സെയിം റെക്കോർഡ് ഇവിടെ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് ഇപ്പം നിങ്ങൾ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് 1 ഒരു എംപ്ലോയിനാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഈ ഫീൽഡ് എന്തായിരിക്കും വരിക? ഈ DPTൻ്റെ ഫീൽഡിൽ ഇവിടെ 1 വരും. 1 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ടോട്ടൽ 3 എംപ്ലോയീസ് ഉള്ളത് എന്തായി മാറണം? 4 എംപ്ലോയീസ് ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ പോയിട്ട് 4 ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട. അതിന് പകരം ഇവിടെ നിങ്ങൾ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരണം? ഈ എംപ്ലോയി ബാക്കപ്പ് എന്ന് പറയുന്ന ടേബിളിൽ ആ
റെക്കോർഡ് ഇൻസേർട്ട് ആവണം, അതോടൊപ്പം തന്നെ ഈ ഒരു ഡാറ്റ അപ്ഡേറ്റ് ആവുകയും വേണം. അപ്പോൾ ഇതാണ് ട്രിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ട്രിഗറിനെ പറ്റി കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ട്രിഗർ എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇൻവോക്ക് ചെയ്യേണ്ട ട്രിഗർ അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ട്രിഗർ. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഡീലിമിറ്റർ, നമ്മൾ പ്രൊസീജിയർ എഴുതിയപ്പോൾ ഡീലിമിറ്റർ സെറ്റ് ചെയ്തിരുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും ഡീലിമിറ്റർ സെറ്റ് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് ട്രിഗർ എഴുതുക. പിന്നെ ഇതാണ് ട്രിഗർ നെയിം, EMP ഇൻസേർട്ട്. ഓക്കെ, EMP ഇൻസേർട്ട് ആണ് ട്രിഗർ നെയിം. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഫ്റ്റർ ഇൻസേർട്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നോ എപ്പോഴാണ് ഇതെന്താണ്, ദ ടൈം അറ്റ് വിച്ച് ദ ട്രിഗർ ഇസ് ടു ബി ഒക്കേർഡ്. ഏത് സമയത്താണോ ട്രിഗർ ഒക്കർ ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ആഫ്റ്റർ എന്ന് പറയുന്ന കീവേഡ് അതിന് വേണ്ട. പിന്നെ ഏത് ഇവൻറ്റ് നടക്കുമ്പോഴാണ് ട്രിഗർ ഒക്കർ ചെയ്യേണ്ടത് അതാണ് ഇവിടെ പറയുന്നത്. ഇവൻറ്റ് ഓൺ വിച്ച് ദ ട്രിഗർ ഇസ് ടു ബി ഒക്കേർഡ്. പിന്നെ ഇത് ടൈം, ഏത് ടൈമിലാണ് ട്രിഗർ ഒക്കർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ഈ എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ ഓൺ എംപ്ലോയി ഫോർ ഈച്ച് റോ. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ നിങ്ങളൊരു ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കർ ചെയ്യേണ്ട ട്രിഗറാണ് EMP ഇൻസേർട്ട് എന്ന് പറയുന്ന ട്രിഗർ. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ, ഇതാണ് നമ്മുടെ ടേബിൾ. എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിങ്ങൾ എപ്പോഴും ഒരു ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടോ അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യണം. ഇനി ഈ ട്രിഗറിൻ്റെ ബോഡിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ബിഗിൻ എഴുതുക. അതിനുശേഷം ഇതാണ് ട്രിഗറിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു റെക്കോർഡ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് വേണം, ആ എംപ്ലോയി ബാക്കപ്പിലും സെയിം റെക്കോർഡ് ഇൻസേർട്ട് ആവണം. ആ രീതിയിലാണ് ഞാൻ ഈ ട്രിഗർ എഴുതുന്നത്. ഓക്കെ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലും ആ എംപ്ലോയി ബാക്കപ്പ് എന്ന് പറയുന്ന ടേബിളിലും ആ സെയിം റെക്കോർഡ് ഇൻസേർട്ട് ആവണം. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുക, അതിൽ ഇൻസേർട്ട് ഇൻ ടു EMP ബാക്കപ്പ്. EMP ബാക്കപ്പ് എന്ന് പറഞ്ഞ ടേബിളിലും എന്ത് ചെയ്യണം, വാല്യൂസ് new.empid. അതായത് ന്യൂ എന്ന് പറയുന്നത് നമ്മൾ പുതിയ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂവിനെയാണ് ന്യൂ എന്ന് പറയുന്നത്. new.empid, ന്യൂ അതായത് സെയിം ഫീൽഡുകൾ എന്ത് ചെയ്യണം, ഇവിടെ സെയിം റെക്കോർഡ് വിത്ത് സെയിം ഫീൽഡ്സ് ഷുഡ് ബി ഇൻസേർട്ടഡ് ഇൻ ടു ദിസ് EMP ബാക്കപ്പ് ഓൾസോ. അതാണ് ഈ ഒരു ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു EMP ബാക്കപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ വി ഹാവ് ടു അപ്ഡേറ്റ് ദി ടേബിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ഏത് ഫീൽഡാണ്, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഫീൽഡും കൂടെ അപ്ഡേറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് set total number of employees, that is total employees is equal to total employees plus 1 where DEPT ID is equal to new.dept. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. എന്താണ് അവിടെ മാറ്റം വരുത്തേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇൻക്രിമെൻ്റ് ആവണം. പിന്നെ വേറെ കണ്ടീഷനിൽ എല്ലാത്തിലും ഓരോന്ന് ഇൻക്രിമെൻ്റ് ആവേണ്ട കേസ് വരുന്നില്ല. എവിടെ, ഈ പുതിയ ഒരു എംപ്ലോയിനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ആഡ് ചെയ്തത് അവിടെ മാത്രം മതി. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ കൊടുത്തത്. വേർ DEPT ID is equal to new.dept. അതായത് ഇവിടെ new.dept ഇല്ലേ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ID വരുന്ന അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊരു റെക്കോർഡ് ഈ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലേക്ക് നിങ്ങൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നടക്കണം. ഒന്ന്, എംപ്ലോയി ബാക്കപ്പിലേക്ക് ഒരു റെക്കോർഡ് ഇൻസേർട്ട് ആവുക, അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള ടോട്ടൽ എംപ്ലോയീസിൻ്റെ കോളം അപ്ഡേറ്റ് ആവുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യാം, ദെൻ ഡീലിമിറ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ ടേബിൾസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. സെലക്ട് സ്റ്റാഫ് ഫ്രം എംപ്ലോയി,
ഇത്രയും ടേബിൾസ് ആണുള്ളത്, ഐ മീൻ എത്രയും റെക്കോർഡ്സ് ആണുള്ളത്. ഇനി EMP ബാക്കപ്പിൽ ഓക്കെ ഇത്രയും റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഞാൻ ഈ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലേക്ക് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ അപ്പോൾ insert into employee values, employee ID 113 ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. then Raghu, okay, then designation, then salary, അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് 1ലേക്കാണ് എംപ്ലോയിനെ ആഡ് ചെയ്യുന്നത്. സോ ഐ എം ഗിവിങ് 1. ഓക്കെ അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലേക്ക് ഞാൻ വാല്യൂ ആഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ അത് വന്നിട്ടുണ്ടോ, അതുപോലെ എന്താണ് എംപ്ലോയി ബാക്കപ്പിൽ വന്നിട്ടുണ്ടോ, അതുപോലെ എന്താ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ള ഇവിടെ 3 ആണ്, അത് 4 ആയി മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ സെയിം സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. എംപ്ലോയി നോക്കാം. ഓക്കെ ലാസ്റ്റ് റോ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി എംപ്ലോയി ബാക്കപ്പ് നിങ്ങൾക്ക് കാണാം കണ്ടോ, എംപ്ലോയി ബാക്കപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇവിടെ ഡാറ്റ എൻ്റർ ചെയ്തപ്പം ഈ ഒരു എംപ്ലോയി ബാക്കപ്പിലേക്കും കൂടി ആ ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ടോ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് 1ൽ എന്തായി നമ്പർ ഓഫ് എംപ്ലോയീസ് 4 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇത് ട്രിഗർ കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് ഇവിടെ ഞാനൊരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ആ 2 ട്രിഗറിൽ എഴുതിയ 2 സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ടായി. അതുകൊണ്ടാണ് ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ട്രിഗർ നോക്കാം. അടുത്ത ഞാൻ എവിടെ എഴുതിയെന്ന് വെച്ചാൽ അപ്ഡേറ്റ്. ഇപ്പം നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഇവൻറ്റ് നടക്കുമ്പം ഒക്കെ വേണ്ട ട്രിഗർ. ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ അത് എവിടെയും കൂടി അപ്ഡേറ്റ് ആവണം, എംപ്ലോയി ബാക്കപ്പിലും കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിഗറും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് അഗെയിൻ ഡീലിമിറ്റർ എഴുതുക, അതിനുശേഷം ക്രിയേറ്റ് ട്രിഗർ. ഈ ട്രിഗറിൻ്റെ പേര് ആഫ്റ്റർ എംപ്ലോയി അപ്ഡേറ്റ്. അതായത് എംപ്ലോയി അപ്ഡേറ്റ് നടന്നു കഴിഞ്ഞാൽ എന്ത് വേണം, ഓക്കെ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ അപ്ഡേറ്റ് നടന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രിഗറിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ട്രിഗറിന് നെയിം കൊടുത്താണ് എന്ത് ആഫ്റ്റർ എംപ്ലോയി അപ്ഡേറ്റ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുക, ആഫ്റ്റർ എംപ്ലോയി അപ്ഡേറ്റ്. അപ്പോൾ ഇത് കീവേഡ്സ് ആണ്. ആഫ്റ്റർ അപ്ഡേറ്റ് അതായത് അപ്ഡേറ്റ് നടന്നതിന് ശേഷം. എവിടെ അപ്ഡേറ്റ് നടന്നതിന് ശേഷം? എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ അപ്ഡേറ്റ് നടന്നതിന് ശേഷം ഫോർ ഈച്ച് റോ ബിഗിൻ. ഞാൻ അവിടെയും ഒരു അപ്ഡേറ്റ് ആണ് കൊടുത്തത്. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അപ്ഡേറ്റ് എംപ്ലോയി ബാക്കപ്പ്. പിന്നെ നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. update employee backup set emp id is equal to new emp id, name is equal to new dot name, then designation is equal to new dot designation, salary is equal to new dot salary, dpt is equal to new dot dept, where emp id is equal to old dot emp id. ഇവിടെ നിങ്ങൾക്ക് കാണാം old എന്ന്, അതായത് പഴയ വാല്യൂ, ഓൾഡ് വാല്യൂയും പിന്നെ ന്യൂ വാല്യൂ അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അപ്ഡേറ്റ് ട്രിഗർ എഴുതുക. ട്രിഗർ എന്താണ് ആഫ്റ്റർ അപ്ഡേറ്റ്, അതിനുശേഷം എൻഡ് എഴുതുക, ദെൻ ക്ലോസ് ദ ഡിലിമിറ്റർ. ഓക്കെ അപ്പോൾ ഇതിനി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.
ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുത്തി കഴിഞ്ഞാൽ ദാറ്റ് അപ്ഡേറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദിസ് എംപ്ലോയി ബാക്കപ്പ് ഓൾസോ. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ഫസ്റ്റ് റോയിൽ ഞാൻ ചേഞ്ച് വരുത്താൻ പോവാണ്. അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് സാലറി ഈക്വൽ ടു, ഇവിടെ സാലറി 15,000 ആണുള്ളത്, ഞാനൊരു 20,000 ആക്കാണ്. 20,000 വേർ EMP ID is equal to 101. ഓക്കെ, ഇതാണ് ഞാൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. നിങ്ങൾക്കിത് ക്വറി ഓക്കെ ആണെന്ന് കാണാം. ഇനി നമുക്ക് ആ ചേഞ്ച് വന്നോന്ന് നോക്കാം. ചേഞ്ച് വരുത്തേണ്ട ഇവിടെ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി നോക്കാം. അപ്പോൾ ഇവിടെ 15,000 ഉള്ളത് 20,000 ആയി മാറി. ഇനി ബാക്കപ്പിൽ ആ ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാക്കപ്പിലും സെയിം ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ എടുക്കാൻ പോവാണ്. അവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇല്ല. എന്താണ് കാരണം? എന്താ, ഞാൻ അവിടെ ഒരു ട്രിഗർ സംഭവിക്കേണ്ട അതിലൊന്നും എഴുതിയിട്ടില്ല. ആ ഒരു ട്രിഗറിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ഒരു ചേഞ്ച് വരുത്താനും ഞാൻ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ചേഞ്ചും വരാത്തത്. അതൊരു അപ്ഡേഷൻ നടത്തുമ്പോൾ അതിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എഴുതാത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ഒരു ഡിലീറ്റ്. നമ്മളെ ഒരു ഡിലീറ്റ് ഇവൻറ്റ് നടക്കുമ്പോൾ, നമ്മൾ ടേബിളിൽ ഡിലീറ്റ് ഇവൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ വേണ്ടി വരും? നമ്മളിപ്പോൾ എംപ്ലോയി ടേബിളിൽ നിന്ന് ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ എവിടെ നിന്ന് ഡിലീറ്റ് ആവണം? എംപ്ലോയി ബാക്കപ്പ് ടേബിളിൽ നിന്ന് ഡിലീറ്റ് ആവണം. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ നിന്ന് ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് ഇല്ലേ, അത് ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എംപ്ലോയി ടേബിളിൽ നിന്ന് ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നടക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അഗെയിൻ എന്ത് ചെയ്യും? ഡീലിമിറ്റർ സെറ്റ് ചെയ്തു, ദെൻ ക്രിയേറ്റ് ട്രിഗർ. പിന്നെ ആ ട്രിഗറിന് ഒരു നെയിം കൊടുത്തു. ആഫ്റ്റർ എംപ്ലോയി ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിഗർ നെയിം കൊടുത്തു. ഓക്കെ, ഇനി ആഫ്റ്റർ കീവേഡ് എഴുതി ഡിലീറ്റ് ഓൺ എംപ്ലോയി ടേബിളിൽ നിന്ന് ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട അല്ലെങ്കിൽ കോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യേണ്ട ട്രിഗറാണ് ഈ ട്രിഗർ നെയിം ഇതാണ്. ദെൻ ബിഗിൻ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു റെക്കോർഡ് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്താൽ അത് എവിടെ നിന്നൊക്കെ ഡിലീറ്റ് ആവണം? എംപ്ലോയി ബാക്കപ്പ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഡിലീറ്റ് ആവണം. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തത്, ഡിലീറ്റ് ഫ്രം EMP backup where EMP ID is equal to old.emp ID. Okay, delete from EMP backup where EMP ID is equal to old.emp ID. പിന്നെ ഇനി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ അപ്ഡേറ്റ് ആക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ അപ്ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ടോട്ടൽ എംപ്ലോയീസ് is equal to total employees minus 1 where DEPT ID is equal to old.DEPT ID. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പം ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എൻഡ്, ദെൻ ക്ലോസ് ദി ഡിലിമിറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിലീറ്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ചെയ്യേണ്ടത്. എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ ഡിലീറ്റ് അത് ചെയ്യുമ്പോൾ. അപ്പോൾ അത് പോവാണ്. ഓക്കെ, ഡിലീറ്റ് ഫ്രം employee where EMP ID is equal to 101. ഓക്കെ, ഡിലീറ്റ് ആയി. ഇനി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് 101 എന്ന് പറയുന്ന ഇവിടെ 101 എംപ്ലോയി ID ഉള്ള എംപ്ലോയി ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഡിലീഷൻ എവിടെയും നടക്കണം? എംപ്ലോയി ബാക്കപ്പിൽ നടക്കണം. അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം എംപ്ലോയി ബാക്കപ്പ് എന്നും ആ റെക്കോർഡ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിൽ എന്ത് വേണം, ആ നമ്പർ ഓഫ് എംപ്ലോയീസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് 1-ൽ ആ നേരത്തെയുള്ള നമ്മൾ ഡിലീറ്റ് ചെയ്ത എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് 1 എന്നുള്ള പേഴ്സൺ ആയിരുന്നു. സോ ദ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് 1 ഗെറ്റ് റെഡ്യൂസ് ടു 3. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ട്രിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസിൽ ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യേണ്ട സബ് പ്രോഗ്രാമാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ട്രിഗർ ഇതാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് MySQLലുള്ള. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.